ജെ.കെ. റിവ്യൂകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ടെലിവിഷൻ ചാനലുകളിലെ എഡിറ്റേഴ്സ് അവറിൽ തടസ്സമില്ലാതെ ഒഴുകുന്ന വാക്കുകളും വാനോളം ഉയരുന്ന ആത്മവിശ്വാസവുമായിട്ട് വാദമുഖങ്ങൾ നിരത്തുമ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായിട്ടുള്ള MD ആൻഡോ അഗസ്റ്റിൻ ഇയാൾ GST ഇൻ്റലിജൻസ് വിഭാഗത്തിന് മുന്നിൽ പൂർണ്ണമായും പതറുന്ന കാഴ്ചയാണ് കാണുന്നത്. കായിക ലോകം ഒറ്റുനോക്കിയ ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ GST ഉദ്യോഗസ്ഥർ നിരത്തിയ 50ഓളം ചോദ്യങ്ങളിൽ 10ൽ താഴെ എണ്ണത്തിന് മാത്രമാണ് അദ്ദേഹത്തിന് മറുപടി നൽകാനായത്. ബാക്കി ചോദ്യങ്ങൾക്ക് മുന്നിലെ അക്ഷരാർത്ഥത്തിലെ അദ്ദേഹം വിയർക്കുകയാണ്. മെസ്സിയെയും സംഘത്തെയും കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ വിദേശ അക്കൗണ്ടിലേക്ക് 126 കോടി രൂപ കൈമാറിയെന്ന അവകാശവാദത്തിലാണ് GST അന്വേഷണം പുരോഗമിക്കുന്നത്. വ്യാഴാഴ്ച കാഞ്ഞങ്ങാട്ടെ GST ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടായിരുന്ന ആൻഡോ അഗസ്റ്റിനോട് ഇത്രയും ഭീമമായിട്ടുള്ള തുക വിദേശത്തേക്ക് അയച്ചതിൻ്റെ കൃത്യമായ രേഖകളുണ്ടോ എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ആദ്യ ചോദ്യം. ചാനൽ മുറികളിലെ അതേ ആത്മവിശ്വാസത്തോടെ എല്ലാത്തിനും കൃത്യമായ രേഖകളുണ്ട് എന്ന് അദ്ദേഹം മറുപടി നൽകി. എങ്കിൽ ആ രേഖകൾ കാണിക്കൂ എന്ന് ഉദ്യോഗസ്ഥർ നിലപാട് ഘടിപ്പിച്ചതോടെയാണ് ആൻഡോയുടെ പ്രതിരോധം തകർന്നടിയുന്നത്. രേഖകളൊന്നും നിലവിൽ കയ്യിൽ കൊണ്ടുവന്നിട്ടില്ലെന്നായി അദ്ദേഹത്തിൻ്റെ മറുപടി. കൃത്യമായി തയ്യാറാക്കിയ 50ഓളം ചോദ്യങ്ങളുടെ നീണ്ട പട്ടികയുമായിട്ടാണ് ഈ GST ഇൻ്റലിജൻസ് വിങ് ആൻഡോ അഗസ്റ്റിന് മുന്നിലിരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 1 വർഷം മുമ്പാണ് കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഈ GST വകുപ്പ് സമൻസ് നൽകിയിട്ടുള്ളത്. ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു സമയം അനുവദിച്ചിട്ടും ഒരു രേഖ പോലും ഹാജരാക്കാനാവില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് മുന്നിൽ കൃത്യമായി മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പറയുന്നത് രേഖകൾ ഉടൻ ഹാജരാക്കാമെന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകുകയാണ്. GST ഓഫീസിന് പുറത്തിറങ്ങി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതായത് രേഖകളെല്ലാം തൻ്റെ കൈവശമുണ്ടെന്നും എന്നാൽ അത് പുറത്തു കാണിക്കാൻ കഴിയില്ലെന്നുമാണ് ആൻഡോ അഗസ്റ്റിൻ്റെ വിചിത്രമായിട്ടുള്ള വാദം. ചോദ്യം ചെയ്യൽ പൂർത്തിയായി 10 ദിവസത്തിലേറെ പിന്നിട്ടിട്ടും ഹാജരാക്കാമെന്ന് സംബന്ധിച്ച ഒരു രേഖ പോലും GST ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന വാദത്തിൽ മാത്രമാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. മെസ്സിയെ കൊണ്ടുവരുന്ന വിഷയം അന്നത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു എന്നും അന്നത്തെ മുഖ്യമന്ത്രിക്ക് അർജന്റീന സ്പോർട്സ് അസോസിയേഷനിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നുമാണ് ആൻഡോ വ്യക്തമാക്കുന്നത്. കൂടാതെ കേന്ദ്ര കായിക മന്ത്രാലയം റിസർവ് ബാങ്കിനോട് ഇതിൻ്റെ നികുതി ഇളവ്, അതായത് ടാക്സ് ഫ്രീ, ആ കാര്യങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്രം നൽകുന്ന ടാക്സ് ഫ്രീ ഇളവുകളിൽ GST ഉൾപ്പെടില്ലെന്ന നിയമവശം ഉദ്യോഗസ്ഥർ അക്കമിട്ട് നിരത്തിയതോടെയാണ് ആൻഡോ വീണ്ടും കുടുങ്ങുന്നത്. മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരാത്ത സ്ഥിതിക്ക് GST അടയ്ക്കേണ്ട ചോദ്യമേ ഉദിക്കുന്നില്ലെന്ന സാങ്കേതിക വാദം ഉയർത്താൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അത് ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് തുക വിദേശത്തേക്ക് കൈമാറിയ സ്ഥിതിക്ക് നിയമപ്രകാരമുള്ള GST അടച്ചേ മതിയാകും എന്ന് ഇൻ്റലിജൻസ് വിഭാഗം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. പരിപാടി റദ്ദാക്കപ്പെടുകയാണെങ്കിൽ അടച്ച തുക പിന്നീട് തിരിച്ചെടുക്കാമല്ലോ എന്ന യുക്തിയും ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു. സംസ്ഥാന സർക്കാരുമായി ധാരണയുണ്ടെന്നും ഇതിനായിട്ട് 2 സർക്കാർ ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും ആൻഡോ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും കോടികളുടെ സാമ്പത്തിക സ്രോതസ്സും നികുതി വെട്ടിപ്പ് സംശയങ്ങളും പരിഹരിക്കാൻ ഈ ഒരു മറുപടികളൊന്നും പ്രാപ്തമല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഈ GST ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ തീരുമാനമായിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.